ഇർഷാദ് അലി. ഇർഷാദ് കാ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറേ ആയി അതെ അതെ ഇരിക്കടെ ഒരിക്കടെന്ന് പറഞ്ഞ ഇപ്പോഴാണ് ഒരു കറക്റ്റ് ടൈം വന്ന് ചേർന്നല്ലേ. ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ. അതെ, തീർച്ചയായിട്ടും ഇതാണ് ആ സമയം. മുൻപ് ഒരു ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഇക്കാലത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ടാവും, ഒരു സീരിയസ് കണ്ടന്റ് നമുക്ക് സിനിമയാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നീ മമ്മൂട്ടിയുടെ അടുത്ത് പറയുക, അല്ലെങ്കിൽ നീ ഇർഷാദിൻ്റെ അടുത്ത് പറയുക. ഇവർ രണ്ടുപേരുടെയും അടുത്ത് പോയി കഴിഞ്ഞാൽ നിനക്കത് സിനിമയാക്കാൻ പറ്റും. അങ്ങനെ കേട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതൊരു തമാശയാണ്, അത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമില്ല. മമ്മൂക്കാട് അടുത്ത് പോയിട്ട് അല്ല, അത് ആൻഡോ ചേട്ടൻ, അത് കുറേ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞിട്ടില്ല. ആൻഡോ ചേട്ടൻ ഒരു കളിയാക്കിയിട്ട് പറയുന്നൊരു പ്രയോഗമാണത്. മമ്മൂക്കാടുത്ത് ആരെങ്കിലും വന്ന് കഥ പറയും, സീരിയസ് ആയിട്ടുള്ള ഈ അവാർഡ്, അന്നൊക്കെ അവാർഡ് സിനിമ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ സമാന്തര സിനിമ എന്നൊക്കെ പറയും. അതെ അതെ. ഇവിടെ നമുക്ക് നോ പറഞ്ഞ നേരെ തൃശ്ശൂർക്ക് വണ്ടി കയറും, ഷാജിൻ്റെ അടുത്ത് പോകുന്നു. തമാശ പറഞ്ഞു. പക്ഷെ അന്ന് ഒരുപാട് സമാന്തര സിനിമകൾ അല്ലെങ്കിൽ വളരെ ഗൗരവപരമായ പ്രമേയം കൈകാര്യം സിനിമകളിൽ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ മമ്മൂക്ക റിജക്റ്റ് ചെയ്ത സിനിമ ഒന്നും എന്നിലേക്ക് വന്നില്ല. പക്ഷെ ഞാൻ ഈ പാരലി ഇത്തരം സിനിമകളുടെ ഭാഗമായതുകൊണ്ട് ആളുകളൊക്കെ വിചാരിച്ചു, ശരി ചിലപ്പോൾ ആയിരിക്കും കേട്ടോ, നമുക്ക് റിജക്റ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും. ഇപ്പോൾ പാടം എന്നൊരു വിലാപം ചന്ദ്രേട്ടൻ്റെ കൂടെ ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രിയൻ്റെ കൂടെ സിനിമ ചെയ്യുന്നു. അപ്പോൾ പ്രിയന്തൻ്റെ കൂടെ ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇവർ അങ്ങനെ റിജക്റ്റ് ചെയ്ത സിനിമകളാവാം, അല്ലെങ്കിൽ അത് അവരൊക്കെയുള്ളോ അന്നത്തെ സമാന്തര സിനിമയുടെ വലിയ ആളുകൾ. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തമാശയാണ്, അതിലൊന്നും ഒരു യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നീട് ആ സമാന്തര സിനിമയൊക്കെ ട്രാക്ക് മാറ്റിയിട്ട് പക്ക കൊമേഴ്ഷ്യൽ സിനിമകളിലേക്ക് ഒരു ചേക്കേറുന്ന ഒരു സമയമാണ് പിന്നീട് കാണുന്നത്. ഇപ്പോൾ വലിയ അത് ഒരുപാട് ഇപ്പം സമസ്തലോകം ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇപ്പോൾ കൂടുതലും ഒരു മെയിൻ സ്ട്രീം സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഞാനത് അല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥ വരും. ഞാനത് എന്നുവെച്ചാലേ ഇപ്പം ഞാൻ പറയാം, ബിസിനസ്സിൻ്റെ ഒരു ലോകം വന്നു. സിനിമയെ ഇപ്പോൾ പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ മാത്രമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ടി വി റൈറ്റുകളും, പിന്നെ ഒ ടി ടി, അങ്ങനെ ഓവർസീസ്, ഇങ്ങനെ ഒരുപാട് ബിസിനസ് സാധ്യതകൾ വന്നു തുടങ്ങി. അപ്പം സമാന്തര സിനിമക്കാരും ഇവരുടെ ഈ സിനിമ കച്ചവടം ചെയ്യാൻ, മാർക്കറ്റിങ്ങിന് ഇപ്പോൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കച്ചവടം ചെയ്യണം എന്നുള്ളത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ആ സമയത്ത് സമാന്തര സിനിമക്കാരൊക്കെ സ്റ്റാർ വേയിലുള്ള ആളുകളിലേക്ക് പോയി. എൻ്റെ കാലത്ത് ഞാനപ്പോൾ പാടുന്നൊരു വിലാപം കാലത്ത് അന്നൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പാടം വന്നൊരു വിലാപം ഒരു 4-5 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ അന്നൊരു സാറ്റലൈറ്റ് വാല്യൂവിൻ്റെ സമയമായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാറുകളുടെ അടുത്ത് പോകാൻ സാധ്യതയുള്ളൊരു സിനിമകളൊക്കെ ആയിരുന്നു അതിപ്പോൾ. അപ്പോൾ നിലനിൽക്കണമെങ്കിൽ നമുക്ക് കമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടുള്ള വല്ലാത്ത സ്ട്രഗിളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലൊരു മാറ്റി നിർത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നിയാൽ അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയാം. കാരണം വെച്ചാൽ അവൻ സമാന്തര സിനിമയുടെ ആൾ അല്ലെങ്കിൽ അവാർഡ് സിനിമയുടെ ആൾ, ആ വഴിക്ക് പോയിക്കോട്ടെ. നമ്മൾ ഈ കമേഴ്ഷ്യൽ സിനിമയിലൊന്നും വിളിച്ചു വരുത്തിയിട്ട് വെറുതെ ശല്യം ചെയ്യേണ്ട. അല്ലെങ്കിൽ ബുദ്ധിജീവി സിനിമയുടെ ആളാണ്, അവനും ബുദ്ധിജീവിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ ഒരു മണ്ടനാണെന്നുള്ളത് എനിക്കില്ല. ഓക്കെ. ഇക്ക ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇക്ക തന്നെ പറയുന്നത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇക്കയ്ക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത ഒരു പ്രമേയം, അത് ഇക്കയുടെ ഒരു കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായി വരുന്ന ഒരു പ്രമേയം സിനിമയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇക്ക ചെയ്യില്ല. അങ്ങനെ ഒരു പ്രമേയം ഇതിനു മുൻപ് ഇക്കയുടെ അടുത്ത് സിനിമയാക്കാൻ വേണ്ടി വരികയും ഇക്ക അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും അപ്പോൾ സിനിമയായി കാണണ്ടേ? ഇക്ക ഒരു നടനല്ലേ? അല്ല, നമ്മൾ എത്രയ്ക്കായാലും നമുക്ക് മനസാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ അടുത്ത കാലത്ത് അത് പ്രിയന്തൻ അത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളോട് ഇവിടെ പല ആളുകളും പുതിയ കാലഘട്ടത്തിൽ പല കോംപ്രമൈസുകളും ചെയ്യുന്ന കാണുമ്പോൾ പട്ടിണി കിടക്കുന്ന കാലത്തായാലും ഞങ്ങൾ ഇത്തരം കോംപ്രമൈസിൽ നിന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനത് വളരെ ശക്തമായ രീതിയിൽ FBയിൽ അത് കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു ശരിയായ രീതിയാണെന്ന് വിശ്വസിക്കുന്നുമില്ല. ഏത് നമ്മൾ ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ ധാരണകൾക്ക്, നമ്മുടെ ചിന്തകൾക്ക്, അല്ലെങ്കിൽ അത് ഒരിക്കലും അതൊരു നാടിന് ദോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത്. അല്ല, എൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം നോക്കിയിട്ട് ഞാൻ സിനിമ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ബാക്കി ആളുകൾക്ക് എന്ത് സംഭവിച്ചിട്ടോ, ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചിട്ടോ, ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടോ, സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു, ചെറിയ രീതിയിലൊക്കെ നമ്മളതൊരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നോക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള വിശ്വസിക്കുന്നവരാണ്. ചെറിയ രീതിയിലല്ല, എത്തിക്സ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത്
പിടിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചിന്തകളിൽ ഭയങ്കര വൈരുദ്ധ്യം തോന്നുന്നൊരു സിനിമയെ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. അങ്ങനെ ഒരു സിനിമ ഞാനും പ്രിയന്തനും കൂടി എനിക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ നിർദാക്ഷിണ്യം ചെയ്യില്ല, ഇത്തരം സിനിമകളുടെ ഭാഗമാവാൻ ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിന്നും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും. നിലപാടുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന. ഞാനങ്ങനെ കടുംപിടുത്തക്കാരല്ല, പക്ഷെ നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അതിലും പേരും പട്ടിണി കിടന്ന് മരിക്കാനായിരിക്കും. നമ്മളിപ്പോൾ ഏറ്റവും പുതിയ വിശേഷം പെണ്ണുകേസാണ്. ശരിക്കും നടന്ന സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള കഥയാണോ? ഇത് ഫെബിൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്നൊരു സംവിധായകനാണത്. ഫെബിൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൊരു സബ്ജക്റ്റാണിത്. പിന്നെ അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം. പക്ഷേ ഇപ്പം നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ നായിക കഥാപാത്രം അതിൽ കുറേ ആണുങ്ങളെ കല്യാണം കഴിക്കുന്നതായിട്ടാണ് ഈ അടുത്ത കാലത്ത് അത് എവിടെ ഒരു വാർത്ത ഭയങ്കരമായിട്ട് വന്നത്. ആ വാർത്തയെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കിയ സിനിമയല്ല. അതിന് മുന്നേ ഉണ്ടായിരുന്നു. അയ്യോ, അതിന് മുമ്പ് എനിക്ക് ഒരു 5-6 വർഷം മുമ്പേ ഫെബിൻ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രിപ്റ്റൊക്കെ കുറേ മാറിയിട്ടുണ്ട്. പിന്നെ കോ റൈറ്ററൊക്കെ വന്നിട്ടുണ്ട്, ഫെബിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതായിട്ട് ബന്ധമില്ല. പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അങ്ങനെ ഒരു നായിക വന്നതായിട്ട് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു പ്രമേയത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പോൾ ഈ നമുക്ക് ഒരു നടനെ സംബന്ധിച്ച് പല സ്റ്റേജുകളുണ്ട്. അവസരം കിട്ടി മുഖം കാണിക്കാനുള്ള ഒരു അവസ്ഥ അതിലൂടെയൊക്കെ കടന്നു വന്നത്. അതെ, അതെനിക്കറിയാം. മറ്റേ പുതുക്കോട്ടയിലെ പുതുമണവാളൻ്റെ അകത്ത് ഒരു മാളച്ചേട്ടൻ്റെ പുറകിൽ നിൽക്കുന്ന ആർപ്പ് വിളിക്കുന്ന ഒരു അതല്ല ജയില് ചാടി എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി. അതിന് മുമ്പ് ഞാൻ മറ്റേ പി ജി വിശ്വംഭരൻ സാറിൻ്റെ പാർവതീപുരം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യം മുഖം കാണിക്കുന്നത്. അതിൻ്റെ തന്നെ ഫസ്റ്റ് കാണിക്കുന്നത്. അതെ, മുഖം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് മുകേഷ് ഏട്ടൻ്റെ പടത്തിൽ. അതെ, അതിൻ്റെ അകത്ത് മുഖം കാണിക്കുന്നത് അല്ലേ. മുകേഷ് ഏട്ടൻ്റെ കൂടെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ കാണാം. അതുപോലെ ആ ഒരു ബെറ്റ് വയ്ക്കുന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ള സീനൊക്കെ ഉണ്ട്. ആ ബെറ്റിൻ്റെ സമയത്തൊക്കെ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാനുണ്ട്. ഓക്കെ അതാണ് ഫസ്റ്റ് പടം. അപ്പം ആ ഒരു തുടക്കം, മുഖം കാണിക്കാനൊരു തുടക്കം, ഡയലോഗ് പറയാനുള്ള ഒരു കാലം, പിന്നീട് ഈ പറഞ്ഞതിൻ്റെ അകത്തൊരു റോളായിട്ട് ഒരു പേരുള്ള കഥാപാത്രമാവാൻ വേണ്ടിയിട്ടൊരു സമയം, ഒരു കാലഘട്ടം ഉണ്ടാവും. ഓക്കെ, അതായ ആളുകൾ തിരിച്ചറിയാനൊരു സിനിമ വേണം. തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു തിരിച്ചറിയപ്പെടുന്നത് വരെ ആർക്കും സംഭവിക്കാം. പിന്നീട് സർവൈവ് ചെയ്ത് പോയി ഇത്രയും കാലങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്ന ഈ ഒരു. ഇന്നലെ തരുൺമൂർത്തിയായിട്ട് ഞാൻ ഫോട്ടോ കണ്ടിരുന്നു വീട്ടിൽ. ഇന്നലെ തരുണിൻ്റെ പുതിയ സിനിമ ഒരു വേഷം ചെയ്യാം. അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കുറേ കാലമായി തരുണിനെ കണ്ടിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അനിയനെ പോലുള്ളൊരു ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട് ഞങ്ങൾ കുറേ കാലമായി. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കുറേ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഇത് സംസാരിച്ച ശേഷം ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എത്ര വർഷമായി? 30 വർഷമായി. 30 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലേ? 30 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അതൊരു വലിയ നിസ്സാര കാലയളവല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വലതുവശത്തെ കള്ളെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങാൻ അതൊക്കെ നമ്മുടെ ടോപ്പിക്കിലുണ്ട്. അപ്പോൾ ബിജുവേട്ടന് ഇത് അപ്പം ഞാൻ തരുണോടും പറഞ്ഞു 30 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന്. അപ്പോൾ ബിജുവേട്ടനും ഇട്ട് ഞാൻ സംസാരിക്കേണ്ട ഇടയിൽ ബിജുവേട്ടനും പറഞ്ഞു, എടാ നീ സ്റ്റാറാവുക അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, പക്ഷേ 30 വർഷമായിട്ട് നീ സിനിമയിൽ നിലനിൽക്കുക എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ്. അത് നീ ചെറുതായിട്ട് കാണില്ല. കാരണം ഇന്നലെ വന്നവർ അല്ലെങ്കിൽ 4-5 കൊല്ലം മുമ്പ് വന്നവരൊക്കെ എത്ര പേര് ഇവിടെ നിൽക്കുന്നുണ്ട്, എത്ര പേര് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. അതൊരു വലിയ സമരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എത്തിപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും പറ്റും. സർവൈവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ സമരമാണ്. അത് സിനിമയുടെ അത്രമേൽ തീവ്രമായ ഭ്രാന്ത് ഉണ്ടാവണം. സിനിമയല്ലാതെ വേറൊന്നും പറഞ്ഞാൽ ഇന്ന് സിനിമ, നാളെ ബെൻസ്, മറ്റൊന്ന് തൃത്വത്തിൽ ഫ്ലാറ്റ്, അങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് അതൊന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയിട്ട് നാടകക്കാലത്ത് ബസ് സ്റ്റാൻഡിൽ പേപ്പർ വിരിച്ച് കിടന്നുറങ്ങിയിട്ടുള്ള ആളുകളാണ്.